ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഡ്രൈവിംഗിൽ ഫസ്റ്റ് ഗിയർ എപ്പോൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. പല ആൾക്കാരും പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ ചില സാഹചര്യങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഇടാത്തത് കൊണ്ട് തന്നെ വാഹനം റോഡിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഗിയർ ഡ്രൈവിംഗിൽ എപ്പോൾ എവിടെ യൂസ് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം നമ്മൾ നിർത്തിയെടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഡ്രൈവിംഗിൽ ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ ആണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു വാഹനത്തെ നിർത്തിയെടുക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് ഇത്തരത്തിലുള്ള ഒരു വാഹനത്തെ ചലിപ്പിക്കാനായിട്ടുള്ള ഒരു ശേഷി എപ്പോഴും ഫസ്റ്റ് ഗിയറിനാണ് ഉള്ളത്. ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒരു പക്ഷെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡിൽ എടുക്കും, പക്ഷെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയായിരിക്കും എടുക്കുന്നത്. തേർഡ് ഗിയറിലേക്ക് ഇട്ട് എടുക്കാൻ ശ്രമിച്ചാൽ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. അതായത് വണ്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചാണ് മറ്റ് ഗിയറുകളിൽ വാഹനം എടുക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്തൊരു വാഹനത്തെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്രൈവിംഗിൽ എപ്പോഴെവിടെയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെല്ലാം വാഹനം നമ്മൾ നിർത്തിയിട്ട് എടുക്കുന്ന സിറ്റുവേഷൻ വന്നാൽ അവിടെയെല്ലാം ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഉദാഹരണം പറയാം, നമ്മളൊരു തേർഡ് ഗിയറിൽ വാഹനമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മുന്നിൽ ഒരു ജംഗ്ഷൻ വന്നു, നമ്മുടെ വാഹനം നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്, അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. മുന്നിലൊരു നല്ല രീതിയിലുള്ള ഒരു കയറ്റം തുടങ്ങുന്നു, നമ്മുടെ വാഹനം നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്, അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇനി നമ്മളോട് ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ വണ്ടി സൈഡ് ഒതുക്കി ചേർത്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണെങ്കിൽ ആദ്യം ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലിട്ട് വാഹനം ഒതുക്കാൻ ശ്രമിക്കും. കുറച്ചും കൂടെ നമുക്ക് വാഹനം ചേർത്ത് ഒതുക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തെ നിർത്തി വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ചേർത്ത് വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കും. ഇനി അതുപോലെ നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യുന്ന സന്ദർഭം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ആണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലേക്കൊക്കെ വണ്ടി കയറ്റിയിടുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയർ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ എവിടെയൊക്കെ നമ്മൾ വാഹനം നിർത്തിയിട്ട് വാഹനത്തെ മുന്നോട്ടെടുക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഡ്രൈവിംഗിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയാൽ സെക്കൻഡ് ഗിയർ കൊടുത്തു പോകാം. പിന്നെ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ തേർഡും ഫോർത്തുമായിട്ട് പോകാം. പിന്നെ പോകുന്നതിനിടയിൽ വണ്ടിയുടെ സ്പീഡ് കുറയേണ്ട സിറ്റുവേഷൻ മുന്നിലേക്ക് വരുന്നു. ചിലപ്പോൾ ഒരു കയറ്റം തുടങ്ങാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഫോർത്തിൽ നിന്ന് ആദ്യം നമ്മൾ തേർഡ് കൊടുക്കും, തേർഡിൽ നിന്ന് പിന്നെ തേർഡിൽ കയറുന്നില്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കും. ഇനി സെക്കൻഡിൽ കയറുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, വാഹനം തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കും. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക.